വിപിൻ സി വിജയൻ തുടരുന്നു. വിപിൻ, ഇതിൽ ഈ ആവശ്യം, അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കാൻ അനുവദിക്കണമെന്നൊരാവശ്യം വരണാധികാരിക്ക് മുന്നിൽ പി വി അൻവർ വെച്ചിട്ടുണ്ട് എന്നാണല്ലോ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പരിഗണിക്കാൻ ഇനി സാധ്യതയുണ്ടോ? ഈ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പത്രിക ഇപ്പോൾ തള്ളിയിട്ടുണ്ട്. അതിലൊരു പുനരാലോചന വരണാധികാരി നടത്തുമോ അൻവറിന്റെ ആവശ്യം പരിഗണിച്ച്? വിജയകുമാർ, അങ്ങനെ ഒരു നാമനിർദ്ദേശ പത്രികയുടെ ഒരു സെറ്റ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിലിപ്പോഴും ഒരു വിശദീകരണം ഇനി വരേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടിയല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇതിനു മുൻപുള്ള തിരഞ്ഞെടുപ്പുകളിൽ, മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. അതിൽ കൊൽക്കത്തയിലെ സംസ്ഥാന ഓഫീസിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ മുൻപിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലൊരു പുനരാലോചന, അത് അക്കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വിശദീകരണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ പത്രിക മാറ്റിവെച്ചിരിക്കുന്നു. അതിലൊരു ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അങ്ങനെ ഒരു പത്രിക ഇനി തള്ളുകയാണെങ്കിൽ തന്നെ 2 പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായല്ല, മറിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇനി ചിഹ്നം ഏതായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ ഒരു കൂടിയാലോചനകൾ നടക്കുകയും ചെയ്യും. പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ ഓഫീസിൽ വെച്ചാണ് ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. പി വി അൻവർ കഴിഞ്ഞ മണിക്കൂറുകളായി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതിലൊരു തീരുമാനമായിട്ട് മാത്രം പിരിയാം എന്നുള്ളതിലായിട്ട് അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ തന്നെ താൻ ഈ സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ അതിലൊരു അട്ടിമറി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് താൻ ഇവിടെ വരുന്നത് എന്നുള്ളതായിരുന്നു പ്രതികരിച്ചിരുന്നത്. പറഞ്ഞതുപോലെ തന്നെ അതിലൊരു നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു. അതിലെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പത്രിക ഇപ്പോൾ അത് സാധുവായിട്ടുണ്ട്, അത് സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് തൃണമൂൽ കോൺഗ്രസിന്റെ ലേബലിലായിരിക്കുമോ എന്നുള്ളതാണ്, പത്രിക തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യമുള്ളത്. ആദ്യം തന്നെ മമതാ ബാനർജി, എന്തായാലും അതിൽ എന്താണ് ഇനി വരണാധികാരി തീരുമാനമെടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും പത്രിക നിരാകരിച്ചിട്ടുണ്ട്, അത് പുനഃപരിശോധിക്കണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒരു തീരുമാനം വരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. സമീർ ബിൻ കരീം കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, ഇപ്പോൾ പി വി അൻവർ പറയുന്നത് എൻ്റെ ചിഹ്നമോ പാർട്ടിയോ മുഖമോ ചിത്രമോ ഒന്നുമല്ല, ഇവിടെ മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ചർച്ച. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാവാണ്. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് നോമിനേഷൻ കൊടുത്തത്. ആ പാർട്ടിയുടെ നാമനിർദ്ദേശ പത്രികയാണ് അവിടെ നിരാകരിക്കപ്പെട്ടത്. അത് രാഷ്ട്രീയമായി ആദ്യഘട്ടത്തിലുണ്ടാകുന്ന തിരിച്ചടി തന്നെയാണ് എന്നത് വ്യക്തമാണ്. ഇനിയിപ്പോൾ പ്രതിപക്ഷ പ്രതിരോധ ജനകീയ കൂട്ടായ്മ എന്നൊരു മുന്നണിയൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാവാണ്. അപ്പോൾ കേരളത്തിലേക്ക് ആ പാർട്ടി കടന്നു വരുന്നത് പി വി അൻവറിലൂടെയാണ്. അവിടെയാണ് തെരഞ്ഞെടുപ്പിൽ അതിൽ മത്സരിക്കാനുള്ള നീക്കമാണ് ഇവിടെ ഇപ്പോൾ സാങ്കേതികമായി പരാജയപ്പെടുന്നത്. അപ്പോൾ അത് തിരിച്ചടിയല്ല എന്ന് പറയുമ്പോഴും അത് അദ്ദേഹത്തെ ബാധിക്കില്ലേ സമീർ? വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ട് പി വി അൻവർ പറയുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ദേശീയ ഇലക്ഷൻ കമ്മീഷനുമായൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പി വി അൻവർ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് തൃണമൂലുമായി ബന്ധപ്പെട്ടുള്ള പത്രിക തള്ളിയെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പി വി അൻവർ പക്ഷേ ഈ തൃണമൂലിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല. അത് സ്വാഭാവികമായി ഒരു തിരിച്ചടിയായി തന്നെ മാറും. കാരണം അദ്ദേഹം തൃണമൂലിൻ്റെ ഒരു പ്രതിനിധിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചിഹ്നമില്ലാതിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ തിരിച്ചടിയാണ്. പക്ഷേ പി വി അൻവർ വ്യക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് ചിഹ്നം പി വി അൻവറിന്റെ മുഖമോ ഒന്നും തന്നെ പ്രശ്നമല്ല. നിലമ്പൂരിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം പിണറായി സത്തിനെതിരെയാണ് തന്റെ പോരാട്ടം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി സത്തിനെതിരെയാണ് ഇത്ര കാലം താൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിഹ്നമോ അല്ലെങ്കിൽ തന്റെ മുഖമോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. താൻ സംസാരിക്കുന്ന ആശയവും താൻ സംസാരിക്കുന്ന വിഷയമാണ് പ്രശ്നം. അതുകൊണ്ട് അതൊരു തരത്തിലും തിരിച്ചടിയായി മാറില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പി വി അൻവർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ഈ വാഹനത്തിൽ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിന് ശേഷം മാത്രമേ നിലവിൽ ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്ന നിലമ്പൂരിൽ നിന്നും പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിൽ നിന്ന് മടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഇവിടെ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഈ ഉപവരണാധികാരിയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അൻവർ വ്യക്തമാക്കുന്നത്. നമുക്ക് ആ പരിശോധന നടക്കുന്ന അങ്ങോട്ടേക്ക് നമുക്ക് നിലവിൽ പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് നിലവിലില്ല. മാധ്യമങ്ങൾക്ക് അവിടെ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുറത്ത് താഴെ ഭാഗത്ത് നിൽക്കുകയാണ്. അൻവറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും അഭിഭാഷകരും ഒക്കെ തന്നുമായി ബന്ധപ്പെട്ട സംസാരം ഇപ്പോൾ
ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പി വി അൻവറിന്റെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നത് പ്രധാനം തന്നെയാണ്. പക്ഷേ അത് തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല, തന്റെ മത്സരത്തെയോ തനിക്ക് ലഭിക്കുന്ന വോട്ടിനെയോ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത്. കാരണം താൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ്, താൻ മുന്നോട്ട് വെക്കുന്ന ആശയം അത് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ തന്റെ ചിഹ്നമോ അല്ലെങ്കിൽ തന്റെ മുഖമോ ഒന്നും തന്നെ ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട് ബാധിക്കില്ല എന്നാണ് അൻവർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇനി അൻവറിന്റെ സ്വതന്ത്രമായി മത്സരിക്കാനാണ് പി വി അൻവറിന് കഴിയുക. അതുകൊണ്ട് തന്നെ അത് ഏതൊരു ചിഹ്നമായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അത് പ്രധാനപ്പെട്ടതാണ് സമീർ. ചിഹ്നം പ്രധാനമാണ്. ഒപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാൾ ഘടകം അപ്പാടെ കേരളത്തിലേക്ക് വരും. മമതാ ബാനർജി വരും, അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരും, പ്രചാരണത്തിന് വരും. അവരൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് അതിന് ഏകോപനത്തിനായി കേരളത്തിൽ എത്തുക എന്നായിരുന്നു നേരത്തെ പി വി അൻവർ പറഞ്ഞത്. ഇനിയിപ്പോൾ TMC സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇപ്പോൾ കേരളത്തിലേക്ക് പ്രചാരണത്തിനൊക്കെ വരുമോ, അവരുടെ പിന്തുണ എങ്ങനെയായിരിക്കും എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ അൻവർ തന്നെ വിശദീകരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം.